ഞാനിവിടെ പറയുന്നത് ഒരു ഉപമ വിശദമാക്കാൻ വേണ്ടിയാണ്. അതിന്റെ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് കേൾക്കുന്നവരുടെ എല്ലാവരോടുമാണ് ഈ സന്ദേശം. ഇതിനകത്തെ ഭാഗം ആരൊക്കെ ഇത് ശ്രമിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഇത് ബാധകം. താലന്തിനെ കുറിച്ചുള്ള ആ ഒരു ഉപമയാണ്. എല്ലാവരും, കുഞ്ഞുങ്ങളും വലിയവരും എല്ലാം ഈ താലന്തിനെ കുറിച്ചുള്ള ഉപമ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് നമുക്കൊന്നുകൂടെ അതേക്കുറിച്ചൊന്ന് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം. എപ്രകാരമാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് എന്താണ് സന്ദേശം തരുന്നത്, ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഒന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണമാണ് ഈ അടുത്ത ചെറിയ സമയങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സമ്പത്തുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പുറത്തെവിടെയോ പോകുമ്പോൾ ദാസന്മാരെയൊക്കെ വിളിച്ചിട്ട് ഈ സമ്പത്ത് ഷെയർ ചെയ്തിട്ട് കുറച്ച് 3 പേരെ ഏൽപ്പിക്കുന്നതായിട്ടാണ്. ഒരുവന് 5 താലന്ത് കൊടുത്തു, ഒരാൾക്ക് 2 താലന്ത് കൊടുത്തു, ഒരാൾക്ക് 1 കൊടുത്തു. അങ്ങനെ 3 പേർക്ക് 3, 2, 1 വീതം താലന്തുകളാണ്. താലന്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ആ കാലത്തെ യഹൂദന്മാരുടെ ആദ്യകാലത്തെ ഒരു നാണയമാണ്. ഇറ്റ്സ് എ വെരി കോസ്റ്റ്ലി എമൗണ്ട്. ഒരു താലന്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 6000 ദിനാർ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മറ്റു ഭാഷ്യങ്ങളും ഉണ്ട്, അത് തൂക്കം ആയിട്ടും കണക്കാക്കുന്നുണ്ട്. ഏതായാലും he was a rich man at the same time. From his richness he shared this amount money to 3 people. 3 പേർക്ക് കൊടുത്തു. ഒന്നും പറഞ്ഞില്ല, അത് കൊടുത്തിട്ട് ഈ മനുഷ്യൻ അങ്ങ് പോയി. ഏതാ ഈ റിച്ച് മാൻ, ഈ വെന്റെ വേ. അയാൾ പോയിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ പോയി. ഈ വെന്റെ വേ സം അതർ പ്ലേസസ്, കറക്റ്റ്. ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു ഈ ദാസന്മാരെ കണ്ടു. ദാസന്മാരെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ജോലിക്കാർ, സിംപ്ലി ഈ സെർവൻസ്. അവരെ കണ്ടു, അവരെടുക്ക വന്നു. അപ്പോ 3 പേർക്കാണല്ലോ താലന്ത് കൊടുത്തത്. ഒരാൾക്ക് എത്രയാണ് കിട്ടിയത്? 3. ഫസ്റ്റില് പറയുന്നത് 3, രണ്ടാമത്തെ ആൾക്ക് 2, മൂന്നാമത്തെ ആൾക്ക് 1 കൊടുത്തു. അപ്പോ 5 കിട്ടിയ ആള് വന്നിട്ട് പറഞ്ഞു, മാസ്റ്റർ, യു ഗേവ് മീ 5 talents. ഐ ആം ഗിവിംഗ് യു അനദർ 5. സ്വീകരിച്ചാൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. സെക്കൻഡ് പേഴ്സൺ ഓൾസോ കെയിം ആൻഡ് ടോൾഡ് ദാറ്റ് യു ഗേവ് മീ 2 talents. 2 താലന്ത് നീ എനിക്ക് തന്നു, ഞാൻ അത് വേല ചെയ്ത് അധ്വാനിച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്തു, അത് വലുതാക്കി. അത് അനദർ 2 talents. ഐ ആം ഗിവിംഗ് ബാക്ക്. 2 കൂടെ തരുന്നു. മൂന്നാമത്തെ ആൾ എന്താ ചെയ്തത്? അയാൾക്ക് എത്ര കിട്ടിയത്? 1 താലന്താണ്. ഈ 1 താലന്ത് കിട്ടിയ ആള് വന്നിട്ട് പറഞ്ഞു, മാസ്റ്ററെ, താങ്കളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതെല്ലാം വലിയ ക്രൂരനായ ഒരു ആളാണ്. യു ആർ എ ക്രൂവൽ മാൻ. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അതാണ് ഇതാണ്. അതുകൊണ്ട് ഞാൻ പേടിച്ചു. ഞാൻ കൊണ്ടുപോയത് ഈ എമൗണ്ട് തന്ന പണം കുഴിച്ചിട്ടു, ബറി ചെയ്തു ഭൂമിയുടെ അടിയിൽ. കുഴിച്ചിട്ടാൽ അത് വലുതാവുമോ? ഇല്ല. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിക്കുമ്പോൾ അവിടുന്ന് നിധി കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുഴിച്ചിടുന്നതായിരിക്കും നിധിയായിട്ട് പിന്നെ കിട്ടുന്നത്. പഴയ വീടൊക്കെ ആകുമ്പോൾ ആൾക്കാരൊക്കെ അവിടുന്ന് മരിച്ചുപോയി, പിന്നെ ഇത് ഡിമോളിഷ് ഒക്കെ ചെയ്യുമ്പോൾ അടിക്കുന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വലിയ ട്രഷറൊക്കെ കിട്ടും. മേ ബി ഇങ്ങനെ ആയിരിക്കാം. ഏതായാലും ഈ ആള് പണം കുഴിച്ചിട്ടു. അപ്പോൾ മാസ്റ്ററിനൊന്ന് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇതിനെ കുറിച്ച്? ഈ ആദ്യത്തെ 2 പേര്, അവർക്ക് ഒരാൾക്ക് 3 താലന്ത് കൊടുത്തു. 5 താലന്ത് കൊടുത്തു. അദ്ദേഹം 5 താലന്ത് കൂടെ ഉണ്ടാക്കിയിട്ട് മാസ്റ്ററെ ഏൽപ്പിച്ചു. രണ്ടാമത്തെ ആള് 2 താലന്ത് കൊടുത്ത് അയാൾക്ക് കിട്ടിയിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് വേറെ 2 താലന്ത് കൂടെ കൊടുത്തു. സോ ആ താലന്ത് ശരിയായിട്ട് അവർ വിനിയോഗിച്ചു, നന്നായിട്ട് അവർ ഉപയോഗിച്ചു. ഇത് ഞാനിവിടെ പറയുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിൽ ഓരോരുത്തരോടുമാണ് ഈ പാസേജ് സംസാരിക്കുന്നത്. നമുക്കൊക്കെ ഓരോ താലന്ത് തന്നിട്ടാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഈ സെർവൻസ്, ഭൃത്യന്മാര്, ദാസന്മാര് മാസ്റ്ററോട് അവരുടെ പണം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മാസ്റ്റർ സ്വന്തം ഇഷ്ടത്തിലാണ്, അദ്ദേഹത്തിന്റെ തന്നെ ഐഡിയയിലാണ് ഈ ഡിവിഷൻ നടത്തിയിരിക്കുന്നത്.
അവിടെ ഒന്നും ഡിസ്കഷൻ ഇല്ല, അതൊന്നും പറയുന്നില്ല. ആരെങ്കിലും പറയുന്നില്ല മാസ്റ്റർ പോകുമ്പോൾ പണം തരണമെന്ന് അവർ പറയുന്നില്ല. ഒരാളും പറയുന്നില്ല എനിക്ക് 5 തരണം, എനിക്ക് 2 തരണം, എനിക്ക് 1 തരണം എന്ന് പറയുന്നില്ല. ഈ ഡിവിഷൻ നടത്തിയതും ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതും എല്ലാം മാസ്റ്റർ തന്നെയാണ്, യജമാനൻ തന്നെയാണ്. അദ്ദേഹം തിരിച്ചു വന്നു. ഇവിടെ ഈ യജമാനൻ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ആരാ? കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം, യഹോവയാം ദൈവം നമ്മളെയൊക്കെയും ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഓരോ ദൗത്യവുമായിട്ടാണ്. ചില താലന്തുകളൊക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ താലന്തുകൾ ആയിരിക്കുന്നു മാത്രമേ. ആ താലന്തുകളെ കുഴിച്ചിടാനുള്ളതല്ല, അതേ സമയത്ത് അതിനെ ഫലപുഷ്ടിയുള്ളതായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഈ താലന്തുകൾ നമുക്ക് തന്നിരിക്കുന്നത്. ഈ പാസേജ് ഇത് ആരംഭിക്കുന്നിടത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം തുടങ്ങുന്നത് മറ്റൊരു ഉപമ പറഞ്ഞുകൊണ്ടാണ്. അത് നമുക്കറിയാം, നമ്മുടെ ശവസംസ്കാര വേളയിൽ ഏവൻഗേലിയോൻ വായിക്കുന്ന ഭാഗമാണ് 10 കന്യകമാരുടെ. ഈ സന്ദർഭം എന്ന് പറയുന്നത് കർത്താവിനെ പെസഹായിക്ക് മുമ്പുള്ള ആ ഒരുക്ക ദിവസങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോ താൻ അനുഭവിക്കാൻ പോകുന്ന ആ കഷ്ടാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ആ ഒരു ഉത്ബോധനം അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവസാന നാളിൽ, ന്യായവിധി നാളിൽ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ദൈവം മുമ്പാകെ നിൽക്കേണ്ടവരാണെന്നും അവിടെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള താലന്തുകൾ എപ്രകാരം വിനിയോഗിച്ചുവെന്ന് കണക്ക് ബോധിപ്പിക്കാൻ തക്കവണ്ണം നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് ഉത്ബോധിപ്പിക്കുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് യജമാനന്റെ സ്വന്തം ഇഷ്ടമാണ്. ഇവിടെ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും പറയുന്നില്ല, ഒന്നും ആവശ്യപ്പെടുന്നില്ല. അപ്പോ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവർക്കെല്ലാവർക്കും ഒരേ സമയമാണ് കാലാവധി കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ പോയി കഴിഞ്ഞു, മാസ്റ്റർ തിരിച്ചു വരുന്നു. ഇതിന്റെ താലത്തിന്റെ എണ്ണം അത് തീരുമാനിച്ചിരിക്കുന്നത് മാസ്റ്ററാണ്. പക്ഷേ എല്ലാവർക്കും ഒരേപോലെ സമയം കിട്ടി. അപ്പൊ എപ്രകാരം നമ്മളത് വിനിയോഗിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ കാര്യങ്ങൾ. നമുക്ക് മറ്റൊരാളിന് വലിയ സമ്പത്തുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നോ ഒക്കെ നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചു പോകും. നമ്മൾ ഇപ്പൊ ജഡീകമായ മനുഷ്യര് ഈ ലോകത്ത് ജീവിക്കുന്നവരുടെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് പെട്ടെന്ന് ഇങ്ങനെ പറിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് ആ കാര്യത്തിലേക്ക് കുറച്ച് കൂടുതൽ ഇൻസൈറ്റ് നമുക്ക് കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അടുത്ത വീട്ടിൽ എന്ത് നടക്കുന്നു, അവിടെ എന്തൊക്കെയുണ്ട്, ഇത് നമ്മുടെ മനസ്സിലേക്ക് ചിന്തിച്ചു പോകും. പക്ഷേ ഉടയവൻ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്നും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെറുതായാലും വലുതായാലും അതിന്റെ കണക്ക് ബോധിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകണമെന്നും നമ്മൾ അതിന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമാണ് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ ഇത് കൃത്യമായിട്ട് ഈ താലന്ത് ഒലിപ്പിച്ചു കൊടുത്ത ആ 2 പേരോടും പറയുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്നാണ് പറയുന്നത്. അതേ സമയത്ത് 1 താലന്ത് ലഭിക്കുകയും അത് കുഴിച്ചിട്ട് പ്രൊഡക്റ്റീവ് അല്ലാത്ത വിധത്തിൽ മണ്ണിനടിയിലാക്കിയിട്ട് അയാളോട് പറയുന്നത്, ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിയുന്നുവല്ലോ. നീ എൻ്റെ പണം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റെ പരിശോധന വാങ്ങിക്കുമായിരുന്നു. ആ വിധത്തിലുള്ള ആ ഒരു സംബോധനയാണ് ഇവർക്ക് കിട്ടുന്നത്. വിശ്വസ്തയോടെ പ്രവർത്തിച്ചവർക്ക്, വിശ്വസ്തയോടെ നിന്നവർക്ക് അവരോട് പറയുന്നു, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിശ്വസ്തനാക്കും. അതേസമയത്ത് അത് നശിപ്പിച്ചു, അലസതയോടെ ജീവിച്ചു. അവരുടെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ലോകത്തിൽ ജീവിച്ച് പൊലിഞ്ഞുപോയ ആളിനോട് അതിന് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നുള്ള സംഭവം. അപ്പോൾ നമ്മെ സംബന്ധിച്ചോളം ഇതിൽ ഏത് വിഭാഗത്തിൽ നമ്മൾ പെടണം എന്ന് തീരുമാനിക്കാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും അത് നമ്മളിൽ തന്നെ നിക്ഷിപ്തമാണ്. മറ്റുള്ളവരിലേക്ക് നോക്കാനല്ല, സ്വയം നമ്മളിലേക്ക് തന്നെ ഇറങ്ങി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കൃത്യതയോടെ നിർവഹിക്കുവാൻ, അത് നാളത്തേക്ക് മാറ്റിവെക്കാൻ വേണ്ടി. അപ്പോൾ ഇനി തുടർന്നുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോഴറിയാം, അടുത്ത അധ്യായത്തിലും ഇതാണ് പെസഹായിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ചെറിയ മെസ്സേജിനുള്ളിൽ പറയാനുള്ളത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
ഏൽപ്പിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ദൗത്യം ഈ സ്ഥലത്താകുവാനും, അല്ലെങ്കിൽ ഇതിനോട് നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഏൽപ്പിച്ച സ്ഥലത്തോ വേദികളിലോ ഒക്കെ നമ്മൾ എപ്രകാരം നിന്നും എന്നതിനേക്കാൾ ഇതെല്ലാം നിശ്ചയിക്കുന്നത് നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ള ദൈവത്തിന് മാത്രമാണ്. ഇനിയും ചിലപ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്കും മറ്റു ഉത്തരവാദിത്തങ്ങളും ഒക്കെ നമ്മളെ ഏൽപ്പിച്ചെന്നിരിക്കാം. അവിടെ എല്ലാം വിശ്വസ്തയോടെ പ്രവർത്തിക്കുവാനും നല്ല താലന്തുകൾ ഉണ്ടാക്കി ദൈവമുമ്പാകെ നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ വിളിക്ക് യോഗ്യത പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു.